എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തും എന്നാണ് റൂറൽ SP വ്യക്തമായത്. കൂടുതൽ കൂലി നൽകുന്നത് കൊണ്ടാണ് കേരളത്തിലെത്തിയിരുന്നത് എന്നുകൂടി റൂറൽ SP പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടൊന്നും പരാമർശം റൂറൽ SPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയാണ്. 27ഓളം ബംഗ്ലാദേശികളാണ് പിടിയിലായത്. ഇവരെല്ലാവരും തന്നെ കള്ള ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതാണ് ഈ ജോലി സ്ഥലത്ത് നൽകിയിരുന്നത് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയാണ്. ഒരു ഏജന്റുമാരാണ് ഇവരുടെ എത്തിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷണം ഏജന്റുമാരിലേക്ക് കൂടി കടക്കും. ഇത് ഒരു സംഘമായിട്ട് അത്തരമൊരു നീക്കത്തിലേക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുന്ന കാര്യമാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷണത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ളൊരു തീവ്രവാദ സംഭവങ്ങൾ ബന്ധം ഇതിനകത്തുണ്ട് അങ്ങനെ ഒരു സംശയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാമർശമൊന്നും റൂറൽ SP മാധ്യമങ്ങളോട് നടത്തിയിട്ടില്ല. ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പറവൂർ മുനമ്പത്ത് 27ഓളം ബംഗ്ലാദേശികൾ പിടിയിലായത്. ഭീകരവിരുദ്ധ സ്ക്വാഡ്, എറണാകുളം റൂറൽ പോലീസും ചേർന്നുള്ള പരിശോധനയായിരുന്നു. നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായി ഈ പരിശോധന തുടർന്നു പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ 27ഓളം പേരെ പിടികൂടിയത് എന്നാണോ മനസ്സിലാക്കുന്നത്? മറ്റേതെങ്കിലും തരത്തിലുണ്ടോ? വ്യാജരേഖകളാണ് ഉണ്ടാക്കിയിരുന്നത്, വ്യാജ ആധാറാണ് ഉണ്ടാക്കിയിരുന്നത് പറയുമ്പോൾ ജോലിക്കായി മാത്രമാണ് ഇവരിവിടെ എത്തിയത് എന്നുള്ളതാണോ? ഏജന്റുമാരെ കുറിച്ചും എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ? അപർണ, ഇപ്പോൾ റൂറൽ SP വൈഭവ് സക്സേന മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. 27 ബംഗ്ലാദേശികളെയാണ് ഇതിനോടകം പിടികൂടിയിരിക്കുന്നത്. ഇത് മുനമ്പം പറവൂർ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. SP പറയുന്നതനുസരിച്ച് ഇവർ ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു കൂലിയും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെയും ഒക്കെ വർധനമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ 300 രൂപയ്ക്കാണ് ദിവസം കിട്ടുന്നതെങ്കിൽ ഇവിടെ 1000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ആ ഒരു സാധ്യത കൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നതെന്നാണ്. പക്ഷെ അത് മാത്രമല്ല, ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൂടി ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിലേക്ക് ഈ ബംഗ്ലാദേശികൾക്ക് ഇവിടെ എത്തി തമ്പടിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവർ ഇവിടുന്ന് വ്യാജ ആധാർ, അതായത് ഇന്ത്യയിലെ തന്നെ വ്യാജ ആധാർ കാർഡ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ വ്യാജ ആധാർ നിർമ്മിച്ച് നൽകി കൊടുക്കുന്നുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലും ഇവർക്ക് ബന്ധമുണ്ട്. അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഇവർ പ്രധാനമായും ആളുകൾ ബംഗ്ലാദേശികൾ തമ്പടിക്കുന്നത്. ഇവർക്ക് കൊച്ചിയിൽ തന്നെ ഈ വ്യാജ ആധാർ കാർഡുകൾ, വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നും ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ പെരുമ്പാവൂരിൽ നിന്നും ഒരു തസ്ലീമ എന്നൊരു യുവതിയെ പിടികൂടിയിരുന്നു. ആ യുവതിയിൽ നിന്നാണ് ഇവർ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ബംഗ്ലാദേശികൾ ഇവിടേക്ക് എത്തിയെന്ന് മനസ്സിലാകുന്നത്. ഈ തസ്ലീമ ബംഗ്ലാദേശിൽ നിന്നും 1 വർഷം മുൻപ് ഇവിടേക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു. അവരിൽ നിന്നും നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിരിക്കുന്നത്. 50 പേരെ പിടികൂടിയിരുന്നു. അതിൽ 27 പേരാണ് ബംഗ്ലാദേശിൽ നിന്നും വന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള രേഖകളില്ല. ആധാർ കാർഡ്, ഇവരുടെ കയ്യിലുള്ള ആധാർ കാർഡ് ആയിക്കോട്ടെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുകൂടി മനസ്സിലാകുകയും ചെയ്തു. എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാകാനാണ് സാധ്യത. അതോടൊപ്പം കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതും പിടികൂടുന്നതും ഒക്കെ തുടരുന്നുണ്ടെന്ന് കൂടി വ്യക്തമാകുന്നു. ഇവരെ ഇനി എന്താണ് ഈ ജയിലിലേക്ക് കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് ഇവരെ തിരിച്ച് അയക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് അത് വരും ദിവസങ്ങളിൽ മനസ്സിലാകാം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക എന്നുകൂടിയാണ് വൈഭവ് സക്സേന വ്യക്തമാക്കിയിരിക്കുന്നത്. നവമി, ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായിട്ട് അന്വേഷണം അതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയത് ഇത് ബംഗ്ലാദേശിൽ നിന്ന് എത്തുന്നവരെ മാത്രം കണക്കിലെടുത്തുകൊണ്ടാണോ? അത് അനധികൃതമായിട്ട് എത്തുന്ന എല്ലാ കുടിയേറ്റക്കാരെയും അത് അങ്ങനെ ഒരു നോഷനാണോ പോലീസിനുള്ളത്? ഓപ്പറേഷൻ
ഓപ്പറേഷൻ ക്ലീൻ എന്നൊരു പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയിൽ നിന്നുമാണ് ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ കൂടുതലായി, അതായത് ഇവിടെ എത്തി താമസിക്കുന്നതിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്തവരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലെന്ന് മനസ്സിലാകുകയും ഇപ്പോൾ ആ ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി മറ്റ് ഇടങ്ങളിൽ നിന്നും വന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി ഇവിടെ വന്ന് കുടിയേറി പാർക്കുന്നവരുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ എന്തായാലും 27 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഈ 27 പേരും ബംഗ്ലാദേശ് സ്വദേശികളാണ്. ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇവിടേക്ക് വന്നവരാണെന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, ഇവരെങ്ങനെയായിരിക്കും കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസിന് അടുത്തതായി അന്വേഷിക്കേണ്ടത്. ആരൊക്കെയാണ് സഹായിച്ചത്? കേരളത്തിൽ നിന്നും അവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും കേരളത്തിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഒരു സഹായം ലഭ്യമാകണം. അതെവിടെ നിന്നാണ് ഇവർക്ക് സഹായം ലഭിച്ചത്? ഒപ്പം ഈ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവരെ ആരൊക്കെയാണ് സഹായിച്ചത് എന്ന കാര്യങ്ങളിലും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ നവമി, പലപ്പോഴും ഇത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏതാണ്, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെ അനധികൃതമായിട്ട് എത്തുന്നവർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ തൊഴിലാളി ക്യാമ്പുകളിലൊക്കെ തന്നെ ഉള്ളവർക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുക, ഈ ആധാർ അടക്കമുള്ള രേഖകൾ വ്യാജമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കുക, ഇത്തരം ഒരു പദ്ധതി കൂടി ഇതിനൊപ്പം ഉദ്ദേശിക്കുന്നുണ്ടോ പോലീസ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപ് നടന്നിരുന്നല്ലോ. തീർച്ചയായും ആ കാര്യങ്ങളുമൊക്കെ പോലീസിന്റെ പരിശോധനയിൽ വരുന്നുണ്ട്. ഇവരെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇവർക്ക് ആരാണ് ഈ കാർഡുകൾ നിർമ്മിച്ചു നൽകിയത്, അതോടൊപ്പം ഇപ്പോൾ പറയുന്നതനുസരിച്ച് റൂറൽ SP പറയുന്നതനുസരിച്ച് ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഒരു പരിശോധന അത് നടക്കും. അത് ഈ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൂടാതെ അവർക്കൊപ്പമാണ് ഇവർ താമസിക്കുന്നത്. നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ഇവർ ഇന്ത്യയിൽ നിന്നുള്ള മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളാണെന്ന് മനസ്സിലാകുമെങ്കിൽ പോലും കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ അല്ലെങ്കിൽ ഇവരുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നതിൽ കൂടി മാത്രമേ ഇവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും, ബംഗ്ലാദേശ് പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണോ എന്ന് മനസ്സിലാകുകയുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘമായിരിക്കും ഇതിലൊരു അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 27 പേരെ പിടികൂടിയിരിക്കുന്നത്. ഈ ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്നുള്ള തസ്ലീമ എന്നുള്ളൊരു യുവതി, അവരിൽ നിന്നായിരുന്നു ആദ്യം ഇക്കാര്യങ്ങളെല്ലാം, അവരെയാണ് ആദ്യം ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ വന്നതായി പോലീസിന് മനസ്സിലാകുകയും ഇവരെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലുകളിൽ നിന്നുമാണ് ഇവർ മുഖേന ഒരുപാട് പേർ ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് പേർ അനധികൃതമായി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും ഇല്ലാതെ എറണാകുളത്ത് വന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ എന്നുകൂടി പറയുന്നുണ്ട്, എറണാകുളത്ത് വന്ന് താമസിച്ചു എന്ന് മനസ്സിലായി. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നുമാണ് 27 പേരെ പിടിയിലായത്. ഇവർ ബന്ധുക്കളായിട്ടുള്ളവരുമുണ്ട്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ഇവർ തമ്മിൽ ബന്ധമില്ല അല്ലെങ്കിൽ പരിചയമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും പോലീസിന് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ ബന്ധുക്കളാണെന്നും ഇവർ ഒരു സംഘം ആളുകളായി കേരളത്തിലേക്ക് എത്തി